മനസ്സെന്ന് പറയുന്നത് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് മനസ്സ്. മനസ്സിൻ്റെ ഭക്ഷണമെന്ന് പറയുന്നത് ചിന്തകളാണ്. ചിന്തകൾ രൂപപ്പെടുന്നത് ഓർമ്മകളിൽ നിന്നാണ്. ഈ ഓർമ്മകൾ ഉണ്ടാകുന്നത് സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിച്ച വികാരങ്ങളാണ്. ആ ഒരു ഇൻവോൾവ്മെൻ്റാണ്. അപ്പം ആ സാഹചര്യത്തെ നമുക്ക് ഇല്ലാതാക്കാൻ ചിലപ്പം കഴിയണമെന്നില്ല. പക്ഷേ ആ സാഹചര്യത്തെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ആ ഡിറ്റാച്ച്മെൻ്റാണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധിയില്ലായ്മയാണ് ഓർമ്മകളിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓർമ്മകളിൽ നിന്ന് വരുന്ന ചിന്തകൾ നെഗറ്റീവ് ആയതിനാലാണ് നമുക്ക് നിരാശയുണ്ടാകുന്നത്. അപ്പോൾ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിലെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് മനുഷ്യജീവിയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്, സ്വഭാവം. അതിൻ്റെ ഭാവം എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. അപ്പോൾ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അനുഭവിക്കുന്ന വേരിയേഷൻസ്, ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന നിരാശയും സങ്കടവും ദുഃഖവും എന്നൊക്കെ പറയുന്നത്. ഇത് കാലക്രമേണ രോഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഓർമ്മകളിൽ വെച്ചിരിക്കുന്ന ആ വികാരങ്ങളൊക്കെ എടുത്തു വരുമ്പോഴത്തേന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് ഈ സമയത്ത് ഇത് വരുന്നു എന്നുള്ളതാണ് ആദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ പുതിയ സാഹചര്യങ്ങളാണ് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുകയാണല്ലോ, ശ്വസനം നടക്കുന്നു, അങ്ങനെ എന്തെല്ലാം ഫോഴ്സിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കാതെ, നമ്മളറിയാതെ പഴയ കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊരു തിരിച്ചറിവാണ്. അപ്പോൾ പഴയ കാലത്തെ ഓർമ്മകൾ വരാനുള്ള ടെൻഡൻസിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒരു മലിനമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മലിനമായ അവസ്ഥ മനസ്സിനുള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ മനസ്സെന്ന് പറയുന്നത് മലിനമായ ഒരു അവസ്ഥ ഇല്ലാതാക്കണം. മനസ്സിന് സ്വസ്ഥമായിരിക്കേണ്ട ഒരു സ്ഥലമാണത്. എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറയുന്ന ഒരു അദൃശ്യ ഒരു ഉപകരണമാണ്. അതിനകത്ത് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നമ്മളെ നിരാശ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കകത്ത് ഈ മലിനമായിരിക്കുന്ന വസ്തു ഇരുന്ന് കുത്തി നോവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക, സുഖാസനത്തിൽ ഇരിക്കുക. യോഗയിൽ സുഖാസനം എന്ന് പറയാം. അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങണമെന്നുള്ളൊരു ഇതൊക്കെ തോന്നും. ഉറങ്ങിപ്പോകരുത്, അവെയറായിട്ടിരിക്കണം. ഇപ്പം നിങ്ങൾ കേൾക്കുന്നില്ലേ, ഇതാണ് അവെയർനെസ്. എന്തുകൊണ്ടിത് കേൾക്കുന്നത്? എന്തോ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ള, ഹീലിങ്ങിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള മനുഷ്യരെല്ലാം അന്വേഷിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് പഴയ ഓർമ്മ, ഏതെങ്കിലും ഒരു ഹീൽ ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ചിന്ത എടുത്തിടുക. ചെറിയൊരു ചിന്തയായാലും മതി, വലിയ പ്രശ്നങ്ങളുള്ളതൊന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ നമുക്ക് പിന്നെ അത് കൈകാര്യം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും സംഭവിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ചെറിയൊരു വിഷയം എടുത്തിടുക. ആ വിഷയത്തിൽ ആ സന്ദർഭം പഴയ കാലത്തെയാണ്. അവിടെയൊന്നും പോയിട്ട് ആൾക്കാരെ കൊണ്ടുവരാനോ ആ സാഹചര്യം ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല റിയലായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. ഇപ്പം ചോദിച്ചാലും കുഴപ്പമില്ല. ചിലപ്പോൾ ആ വ്യക്തി ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല കേട്ടോ, മരിച്ചു പോയിട്ടുണ്ടാവും. ഒരു 10 വർഷം മുമ്പ് നടന്ന ഒരു വിഷയം എടുത്ത് മുന്നേ വെച്ചിട്ട് ആ സാഹചര്യം അതുപോലെ തന്നെ കൊണ്ടുവരിക. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ അവിടെ ഉണ്ട്. ആ വികാരം നമ്മുടെ ശരീരത്തെ അപ്പോൾ അനുഭവിക്കും. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് നമുക്കാണ് ഉദ്ദേശം ആ സാഹചര്യം നമുക്ക് ഇല്ലാതാക്കണമെന്നുള്ളത്. നമുക്ക് ആ ഓർമ്മയിലെ ശക്തി ഇല്ലാതാക്കിയാൽ മതി. ഓർമ്മകൾ അങ്ങനെ നിന്നോട്ടെ, ഓർമ്മകൾ പോകരുത്. ഓർമ്മകൾ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി പിന്നെ അടുത്തത് വരും. അത് വേണ്ട. അപ്പം നമ്മൾ അവിടെയുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി ആ സമയത്ത് അവിടെ കൊണ്ടുവരിക. അവരോടെല്ലാം നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ നോക്കുക. ക്ഷമിക്കുന്നതിൻ്റെ കാരണം എന്താ? എനിക്ക് ഈ ഓർമ്മകൾ വേണ്ട. അതാണ് നമ്മുടെ ആവശ്യം. ഈ ഓർമ്മകൾ വേണ്ടാത്തതുകൊണ്ട് ആ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവരോടെല്ലാം ക്ഷമിക്കുക. ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കാൻ തയ്യാറാണ്. ഈ സഹിക്കുക എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള നമുക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സൊന്നുമില്ലെന്നേ. നമ്മളിങ്ങനെ വലിയ ആളായിട്ടിരിക്കുകയല്ലേ. അപ്പം അവരെക്കാളും വലിയ മനുഷ്യനാണ് ഞാൻ. അത് തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ തോന്നൽ മാറണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കണം. ഇത് വലിയൊരു സഹനമാണ് ഇത്, ക്ഷമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സഹിക്കണം. ക്ഷമിക്കുക, സഹിക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്നേഹിക്കാൻ തോന്നും. കാരണം എന്താണെന്നറിയോ? നമ്മൾ ആരോടും ചോദിക്കാതെയൊക്കെ ഇവിടെ ജനിച്ചു വന്നത്. ആരോട് ചോദിച്ചിട്ട് ഇവിടെ വന്ന് ജനിച്ചേ? അച്ഛൻ, അമ്മ, സാഹചര്യങ്ങൾ, കുലം, ജാതി, മഹിമ, വിദ്യാഭ്യാസം,
പിന്നെ നമ്മൾ ആലോചിച്ചെടുത്താന്ന് പറയും. വിദ്യാഭ്യാസത്തിന് കാര്യം വിട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു 5 വയസ്സിന് മുന്നിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആലോചിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ആരോട് തീരുമാനിച്ചിട്ടാണ് ജനിച്ചത്? അപ്പോൾ നമ്മളെപ്പോലെ ഒരു ജീവി തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ആ സാഹചര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന നമ്മളെപ്പോലെ ഒരു ജീവി, അതിനോടൊന്ന് സ്നേഹിച്ചാൽ മതി. നമ്മളെപ്പോലെ ഒരു ജീവി, നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നമ്മളെ സ്നേഹിക്കും, ഉറപ്പാണ്. അതിന് നിയന്ത്രണമൊന്നുമില്ല. അത് ജാതിയുടെയോ മതത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ കാര്യത്തിലൊന്നും അതൊന്നും അല്ല മാനദണ്ഡം. അപ്പോൾ ആ വ്യക്തി നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. ആ ഇരിക്കുന്ന അത്രയും ആൾക്കാരെ നമ്മൾ ക്ഷമിച്ചു സഹിച്ച് സ്നേഹിക്കുക. സ്നേഹിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് കരുണ, അല്ലേ? ഇതാണ് കരുണ. എല്ലാത്തിൻ്റെ അവസാനം വരിക നമ്മളൊരു കാരുണ്യം കാണിച്ചു ആ വ്യക്തിയെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ വിടുതൽ കൊടുക്കുകയാണ്. ആ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക. നമ്മുടെ ചിന്തയിൽ എന്തിനാണ് അയാളെ വ്യക്തിയെ കയറ്റി വെക്കുന്നത്? നമ്മൾ DNA നോക്കി കഴിയുമ്പോഴത്തേന് DNAയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ചിന്തകൾ തന്നെയാണ്. ഈ മെമ്മറീസാണ് ശരിക്കും പറഞ്ഞാൽ, ഓർമ്മകൾ. അതിന് ശക്തിയുണ്ട്, അതിന് ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം ഉള്ളതുകൊണ്ടാണ് ഓരോ ചിന്തകളും ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അനുഭവിക്കുന്നത്. അതിൻ്റെ ഫലങ്ങളാണ് നിരാശ. മനസ്സിലാക്കുക പ്ലീസ്. ഇങ്ങനെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. ഈ ഹീലിംഗ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക, സ്നേഹിക്കുക, കരുണ കാണിക്കുക. അവരെ വിട്ടുകളയുക. നടക്കാത്ത കാര്യമാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഇതാണ് ഹീലിംഗ് പ്രോസസ്സ്. ഈ ഒരു വലിയൊരു യുദ്ധം, ഇതാണ് മഹാഭാരതമെന്ന് ഞാൻ പറയും. ഇത് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്. സത്യമായിട്ടാണ്, എൻ്റെ അനുഭവമാണ് പറയുന്നത്, നുണയല്ല. എനിക്കിത് നിങ്ങളെ പറഞ്ഞ് അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞിട്ട് ഞാൻ വലിയ ആളാകുന്നില്ല, ഞാൻ ചെറിയ ആളാകുന്നുമില്ല. എനിക്കിതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഇത് സത്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നാണ്. ഗുരുക്കന്മാർ ഈ പ്രോസസ്സിലൂടെയാണ് പോയത്. ഇത് തന്നെയാണ് അവർ ചെയ്തത്. ഇപ്പം എനിക്കിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനും ഒരു ടീച്ചറാവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ പോവുക. ചിന്തകളിലുള്ള ആൾക്കാരോ ജീവികളോ ഏതു സാഹചര്യമാണെങ്കിലും ക്ഷമിക്കുക, സ്നേഹിക്കുക, കരുണ